ബി.ജെ.പി. നേതാവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മെമ്പറുമായ തിരുമല അനിലിൻ്റെ മരണം, അതായത് ആത്മഹത്യ, വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബി.ജെ.പി. ആദ്യമേ തന്നെ ഉന്നയിച്ചത് CPM-ഉം അതുപോലെ പോലീസ് നടത്തിയ പകപോക്കലിൻ്റെ ഭാഗമായാണ് അനിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ്. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ ബി.ജെ.പിയുടെ നേതാക്കളെല്ലാം തന്നെ വലിയ തരത്തിൽ വന്ന് മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളുണ്ടാവുകയും മാധ്യമങ്ങൾക്കെതിരെ വന്ന് പ്രതികരിച്ചത് ബി.ജെ.പിയുടെയും അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഒരാൾക്കും ഇതിൽ യാതൊരു ബന്ധവുമില്ലാതും, ഒപ്പം തന്നെ ഇവിടെ CPM-ഉം പോലീസും, അതായത് തമ്പാനൂർ പോലീസും ഈ അനിലിനെതിരെ പകപോക്കൽ നടത്തിയെന്നും അനിലിനെ ഭീഷണിപ്പെടുത്തിയെന്നും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ആരോപിച്ചെന്നാണ്. അതിൽ ഭയന്നിട്ടാണ് അല്ലെങ്കിൽ അതിൽ മനോവിഷമം ഉണ്ടായിട്ടാണ് അനിൽ പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൗൺസിലറുടെ ഓഫീസിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് ബി.ജെ.പി. തുടക്കം മുതൽ ആരോപിക്കുന്നത്. ഇതിൽ ആദ്യം തുടക്കമിടുന്നത് കരമന ജയനായിരുന്നു. കരമന ജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ഇത് പകപോക്കലാണ്, CPM നടത്തിയ പകപോക്കലും അതുപോലെ പോലീസ് നടത്തിയ നരനായാട്ടിൻ്റെ ഭാഗവുമായാണ് അനിൽ ആത്മഹത്യ ചെയ്തതാണ്. അതായത് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് ഏത് സമയത്തും അനിലിൻ്റെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് ബി.ജെ.പി. നേതൃത്വങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത്. ഇതിന് തുടക്കം കുറിച്ചത് കരമന ജയനുമാണ്. തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് ഓരോ നേതാക്കന്മാരും വന്ന് പോലീസിനെതിരെ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നാം കണ്ടതാണ്, നാം അറിഞ്ഞതാണ്. ഇവിടെ മാധ്യമങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്കെതിരെ തട്ടിക്കയറുകയും നീ ചോദിക്കരുത്, നീ എന്നോട് സംസാരിക്കേണ്ട, നീ എന്നോട് ചോദ്യം ചോദിക്കേണ്ട, നീ ഒരു മാധ്യമ പ്രവർത്തകയല്ല, നിന്നെ ഞാൻ മാധ്യമ പ്രവർത്തകയെ കണ്ടിട്ടില്ല എന്ന രീതിയിലൊക്കെ ആക്ഷേപിക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. ഇവിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ ക്ഷോഭിക്കുന്നതും മാധ്യമങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും മാധ്യമങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതും നാം ബി.ജെ.പി. കൗൺസിലറുടെ മരണത്തിൽ കണ്ടതാണ്. ബി.ജെ.പി. കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങൾക്ക് നേരെ ഇവർ നടത്തിയത് വലിയ തരത്തിലുള്ള ആക്രമണമാണ്. അതിൽ മാതൃഭൂമി, മീഡിയ വണ്, ദേശാഭിമാനി എന്നീ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ആക്രമണം നേരിടുകയും ഇവരുടെ ക്യാമറ അടിച്ചു പൊട്ടിക്കുകയും മൈക്കുകൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ ആക്രമണങ്ങളെല്ലാം ശേഷം പിന്നീട് വീണ്ടും മാധ്യമങ്ങൾ ഈ പറഞ്ഞ ബി.ജെ.പിയുടെ നേതാക്കളുടെ പ്രതികരണം എടുക്കാൻ പോയതാണ്. സ്വാഭാവികമായും ചില മരണ വീടുകളിൽ ചെല്ലുമ്പോൾ ചില അപകട മരണങ്ങൾ അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ വികാരധീനരായി ബന്ധുക്കൾ പ്രതികരിക്കാറുള്ളത് സ്വാഭാവികമാണ്. ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരെ വഴക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്, പരിഭവം പറയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണോ, ഈ അവസ്ഥയിലാണോ നിങ്ങൾ മൈക്കുമായി വരുന്നതെന്ന് ചോദിക്കുന്നവർ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു ബി.ജെ.പിയുടെ കൗൺസിലറുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ വൈകാരികത ഉണ്ടാകും. അത് എല്ലാ മരണങ്ങളിലും ഉണ്ടാകുന്നതുമാണ്. ഈ വൈകാരികത നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വൈകാരികതയ്ക്കപ്പുറം മനഃപൂർവ്വം ആക്രമണം ഉണ്ടാക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരെ മനഃപൂർവ്വമായി ആക്രമണത്തിന് നേതൃത്വം നൽകുക, ആഹ്വാനം ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്തതാണ്, അറിഞ്ഞിട്ടില്ലാത്തതാണ്. എന്നാൽ ഇവിടെ ബി.ജെ.പിയുടെ പ്രവർത്തകർ ചെയ്തത് മാധ്യമങ്ങൾക്ക് നേരെ മനഃപൂർവ്വമായി യാതൊരു പ്രകോപനവുമില്ലാതെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ആ പ്രകോപനത്തിലൂടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുകയും മൈക്ക് പിടിച്ചു വാങ്ങുകയും ക്യാമറ പൊത്തിപ്പിടിക്കുകയും ക്യാമറ അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ ബി.ജെ.പി. കൗൺസിലറായ അനിലിൻ്റെ ആത്മഹത്യയെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തതാണ്. ഇവർ ശ്രമിച്ചത് ഏത് വിധേനയും ഈ അനിലിൻ്റെ മരണം, അതായത് ബി.ജെ.പിയുടെ നേതാവും അതുപോലെ കൗൺസിലറുമായ അനിലിൻ്റെ മരണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആത്മഹത്യക്കുറിപ്പ് പുറത്ത് വരരുത്, അതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തി വന്നത്. ഈ ശ്രമങ്ങൾ പക്ഷേ പിന്നീട് പാഴായി പോകുന്ന സാഹചര്യമുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ വന്ന് മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയ ആക്രോശം അത് KUWG അടക്കമുള്ള സംഘടനകൾ വലിയ തരത്തിൽ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ DYFIയുടെയും CPM-ൻ്റെ നേതാക്കൾ വലിയ തരത്തിൽ പ്രതിഷേധമായി വരികയും ചെയ്തതാണ്. ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾ രാജ്യത്തിൻ്റെ 4ാം തൂണാണ്. ആ 4ാം തൂണുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ, ഈ ആക്രോശങ്ങളൊന്നും യാതൊരു തരത്തിലും വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്നതല്ല എന്നുകൂടി ശിവൻകുട്ടി പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് അനിലിൻ്റെ മരണത്തിൽ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു, പുതിയൊരു മാറ്റം ഉണ്ടാവുകയാണ്. ഇപ്പോഴിതാ അനിലിൻ്റെ മരണത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്, ബി.ജെ.പിയുടെ പ്രവർത്തകർ, ബി.ജെ.പിയുടെ നേതാക്കൾ നടത്തിയ സാമ്പത്തിക കൊള്ളയുടെ അല്ലെങ്കിൽ ഇവരെടുത്ത ലോണിൻ്റെ, ഇവരെടുത്ത വായ്പയുടെ ഒന്നും തിരിച്ചടവ് മുടങ്ങുകയും ആ തിരിച്ചടവ് അടയ്ക്കാനായി പലതവണ നേതൃത്വത്തെ അറിയിക്കുകയും അതുപോലെ ഇവരെ എല്ലാം അറിയിക്കുകയും ഈ നേതൃത്വങ്ങളെല്ലാം ഇടപെട്ടിട്ടാണ്
11 കോടിയോളം രൂപ വായ്പയായി വാങ്ങി നൽകുന്നത്. ഈ 11 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഒരു ബാങ്കിനുണ്ടാവുകയും ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. അദ്ദേഹം അവിടെ ഈ നേതാക്കന്മാരോടെല്ലാം പല ആവർത്തി സംസാരിക്കുകയും തിരിച്ചടവിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ഇവരോടെല്ലാം തിരിച്ചടക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ നേതൃത്വം കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നേതൃത്വം മൈൻഡ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് മനോവിഷമത്തിലായ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അനിൽ ഒടുവിൽ ആത്മഹത്യ തന്നെ പരിഹാരമായി കാണുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നാം ഓരോരുത്തരും പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും ഈ പറയുന്ന കൗൺസിലിംഗ് അടക്കം കൊടുക്കുന്ന സാഹചര്യത്തിൽ ഒരു കൗൺസിലർ, ഒരു ബി ജെ പിയുടെ കൗൺസിലർ, ബി ജെ പിയുടെ ജില്ലാ നേതാവിന് ഇതാണ് അവസ്ഥയെങ്കിൽ എന്താണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളെന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഇവിടെ ബി ജെ പിയുടെ നേതാവ് പ്രസിഡൻ്റായിരിക്കുന്ന ബാങ്കിൽ നിന്നും, സഹകരണ ബാങ്കിൽ നിന്നും ലോണായും വായ്പയായും എടുത്ത് 11 കോടിയോളം രൂപയാണ് വായ്പയായി ബി ജെ പിയുടെ നേതാക്കളും ബി ജെ പിയുടെ പ്രവർത്തകരും ഇവരുടെ തന്നെ ശുപാർശയോടുകൂടി വാങ്ങി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്. ഈ എടുത്ത വായ്പകളൊന്നും തിരിച്ചടച്ചില്ല എന്ന് മാത്രമല്ല, പലതവണ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇവരാരും തിരിച്ചടവ് നടത്തിയതുമില്ല. പിന്നീട് പലതവണയായി ഈ തിരിച്ചടവുകൾ മുടങ്ങുകയും ഇത് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരാൾ പോലും തിരിച്ചടയ്ക്കുകയും ചെയ്യാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. ഈ തിരിച്ചടവിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ബാങ്കിനുണ്ടായത്. സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്ന് മാത്രമല്ല, എന്ത് ചെയ്യും അറിയാത്തൊരവസ്ഥയിലേക്ക് ഈ അനിൽ മാറുകയും ചെയ്തു. ഈ അനിലിൻ്റെ ഈ മാനസിക വിഷമത്തിലുണ്ടാക്കിയതും ഈ കാര്യമായിരുന്നു. പിന്നീട് പലതവണ ഈ പറഞ്ഞ വായ്പ എടുത്തവരോടെല്ലാം അടയ്ക്കാൻ പറഞ്ഞെങ്കിലും ഇവരാരും അടച്ചില്ല. പിന്നീട് അത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോവുകയും FD അടക്കമുള്ളവ കൊടുക്കാൻ ഇവർ മുതിരുകയും ചെയ്തു, അതായത് തയ്യാറാവുകയും ചെയ്തു. ഈ FD അടക്കം കൊടുത്തു നിൽക്കുമ്പോൾ ഏതാണ്ട് 6 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത ബാങ്കിന് ഉണ്ടാവുകയും ചെയ്തു. ഈ 6 കോടി രൂപ എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത അവസ്ഥയുണ്ടാകുന്നു. തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പ് ഇന്ന് പുറത്തു വരുമ്പോൾ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരിടത്തും പോലീസിനെ കുറിച്ചോ CPM കുറിച്ചോ യാതൊരു ആരോപണവും ആത്മഹത്യക്കുറിപ്പില്ല. കൂടാതെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നത് ഒത്തിരി പേർ, അതായത് നേതൃത്വത്തോടൊപ്പം നിന്നവർ, നേതൃത്വത്തിന് വേണ്ടി നിന്നവർ, നേതൃത്വം ശുപാർശ ചെയ്തവരെല്ലാം വന്ന് ലോൺ എടുക്കുകയും വായ്പയായി വലിയ തരത്തിലുള്ള തുക എടുക്കുകയും ചെയ്തിട്ടും ഇവരാരും തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ മറ്റൊരു വഴിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. താനോ, അതായത് അനിലോ, അനിലിൻ്റെ ഭരണസമിതിയിലുള്ള മറ്റംഗങ്ങളോ 1 രൂപ പോലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ വായ്പയായി അടയ്ക്കാനുള്ള തുക എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നോ എങ്ങനെ സ്വരുക്കൂട്ടണമെന്നോ അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ 11 കോടിയോളം രൂപ ഒരു സാധാരണക്കാരനായ ഒരു കൗൺസിലർ, ഒരു ബി ജെ പിയുടെ നേതാവിന് താങ്ങുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. ഈ വലിയ സാമ്പത്തിക ബാധ്യത കാരണം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൗൺസിലിൽ പോലും പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കൗൺസിലിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയും നേതൃത്വവുമായി പലതവണ ഈ തുക അടയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു തവണ പോലും ഒരാൾ പോലും ഈ തിരിച്ചടവ് നടത്തിയിട്ടില്ല. തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി പലർക്കും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ നോട്ടീസ് പോലും നൽകാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചടക്കി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോഴും ഇവരാരും തിരിച്ചടയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഈ തിരിച്ചടയ്ക്കാൻ തയ്യാറാകാതെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും വലിയ സാമ്പത്തിക ബാധ്യത തൻ്റെ തലയ്ക്ക് മുകളിൽ വരികയും ചെയ്ത അവസ്ഥയിൽ മനോവിഷമത്തിലായിട്ടാണ് കെ അനിൽ എന്ന ബി ജെ പിയുടെ നേതാവ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഇവിടെ ബി ജെ പി വരുത്തി തീർക്കാൻ ശ്രമിച്ചത്, ബി ജെ പിയുടെ നേതാക്കൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് CPM-നെതിരെ വലിയൊരു ആരോപണമായി ഉന്നയിക്കുക, പോലീസിനെതിരെ അവസരം മുതലെടുത്ത് ആരോപണം ഉന്നയിക്കുക. ഈ ആരോപണത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് വെക്കാനിരിക്കുന്ന ഈ ദിവസം തന്നെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നത് ബി ജെ പിക്ക് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് സാഹചര്യം, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പോലും ഇപ്പോൾ നിശ്ചയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു. ബി ജെ പിയുടെ പ്രവർത്തകർ മാറിയിരിക്കുന്നു. വലിയ തരത്തിൽ CPM-നെതിരെയും പോലീസിനെതിരെയും ആരോപണം ഉന്നയിച്ച് സ്റ്റേഷൻ മാർച്ച് അടക്കം നടത്തി വലിയ തരത്തിൽ കോലാഹലം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരുന്ന ബി ജെ പിക്കും ബി ജെ പിയുടെ നേതാക്കൾക്കും അതൊരു വലിയ തിരിച്ചടിയായിരിക്കണം ഇപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, തനിക്കുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് ഈ പറഞ്ഞ ആത്മഹത്യയിലേക്ക് തന്നെ നയിച്ചതെന്ന്. അദ്ദേഹം തൻ്റെ ഓഫീസിൽ, അതായത് കൗൺസിലറുടെ ഓഫീസിലാണ് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യക്ക് കാരണം എപ്പോഴും ബി ജെ പി തന്നെയാണെന്നാണ് CPM ആരോപിക്കുന്നത്. കാരണം ബി ജെ പിയുടെ കൊലയാണ് നടന്നിരിക്കുന്നത്, ബി ജെ പി കൊന്നതാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷമടക്കമുള്ള നേതാക്കളും അതുപോലെ CPM-ലെയും DYFI-ലെ നേതാക്കളടക്കം പറയുന്നത്. ഇതിൽ ഒരുപക്ഷെ യാഥാർത്ഥ്യമാണെന്നുകൂടി പറയേണ്ടി വരും. ബി ജെ പിയുടെ നേതാക്കൾക്ക് കൊടുത്ത, ബി ജെ പിയുടെ അനുഭാവികൾക്ക് കൊടുത്ത, ബി ജെ പിയുടെ പ്രവർത്തകർക്ക് കൊടുത്ത ലോണും വായ്പയുമാണ്
തിരിച്ചടവ് മുടങ്ങിയത്, തിരിച്ചടയ്ക്കാതിരുന്നത്. ഈ തിരിച്ചടയ്ക്കാതിരുന്നപ്പോൾ ഉണ്ടായ സാമ്പത്തിക നഷ്ടമാണ്, സാമ്പത്തിക ക്ലേശമാണ് കെ അനിൽ എന്ന BJP നേതാവിനെ, കൗൺസിലറെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പക്ഷേ ഇവരെല്ലാം വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഏത് വിധേനയും CPM-നെ പഴിചാരുക, പോലീസിന് മേൽ പഴിചാരുക, പോലീസിനെ മുൾമുലയിൽ നിർത്തുക, പോലീസിനെതിരെ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ ഈ അവസരം മുതലെടുക്കാനുള്ള അവസരം, അതായത് സുവർണ അവസരമായി ഉപയോഗിക്കാനാണ് BJP ശ്രമിച്ചത്. അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. പിന്നീട് രാജീവ് ചന്ദ്രശേഖരുടെ ശ്രമം പാഴായിപ്പോയെന്നും പാളിപ്പോയെന്നും പറയേണ്ടി വരും. അതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശമായി ഉണ്ടാകുന്നത്. കൈരളിയുടെ റിപ്പോർട്ടർക്ക് നേരെ ഉണ്ടായ ആക്രോശം, അധിക്ഷേപം വലിയ തരത്തിലുള്ള ഒരു സ്ത്രീക്ക് നേരെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപം ഉന്നയിച്ചത്. ഈ അധിക്ഷേപമാണ് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തത്. പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, സുരേഷ് ഗോപി ആയിക്കോട്ടെ, BJP-യുടെ നേതാക്കന്മാരായിക്കോട്ടെ, ഇവരെല്ലാം ഉത്തരം മുട്ടുമ്പോൾ മാധ്യമങ്ങൾ നേരെ തിരിയുക, മാധ്യമങ്ങൾ നേരെ ആക്രോശമായി വരിക, നീ മിണ്ടരുത്, നീ സംസാരിക്കരുത്, ആരാണെന്ന് ഓർത്ത് സംസാരിക്കണം, മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം വേണം നിങ്ങൾക്ക് എന്ന തരത്തിലൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും തൻപ്രമാണത്വം കാണിക്കുകയുമാണ് BJP-യുടെ നേതാക്കൾ അടക്കം ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറും മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയത്. ഉത്തരം മുട്ടുമ്പോൾ മാധ്യമങ്ങൾക്ക് മേൽ കോടാലി കയറുന്ന, കുതിര കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതും. പക്ഷേ ഇപ്പോൾ അതെല്ലാം BJP-ക്ക്, രാജീവ് ചന്ദ്രശേഖറിന്, BJP-യുടെ ജില്ലാ ഘടകത്തിന്, സംസ്ഥാന ഘടകത്തിനെല്ലാം വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ് ഇന്ന് ഈ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നതുകൂടി നിലനിൽക്കുന്നത്.